PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കൃത്യമായി സിലബസിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ചരിത്രം, പൊതുവിജ്ഞാനത്തിലെ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര പെരുന്നാൾ വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ടോപ്പിക്കാണ്. ഒരുപാട് ആളുകളെക്കുറിച്ച് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, ധർമ്മരാജയെക്കുറിച്ച്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച്, സ്വാതി തിരുനാളിനെക്കുറിച്ച്, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അങ്ങനെ കുറച്ച് വ്യക്തികളെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചും ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിയെക്കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചിട്ടാണ്. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിക്കും തുടക്കം കുറിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ സമ്പ്രദായം കൊണ്ടുവന്നതും അലോപ്പതി ചികിത്സ കൊണ്ടുവന്നതും ആരാണ്? നമ്മുടെ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. ഇനി തിരുവിതാംകൂറിൽ ജില്ലാ കോടതി തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ്. അപ്പോൾ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി, ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, അലോപ്പതി എന്നീ ചികിത്സാ രീതികൾ തുടക്കം കുറിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചതുമാര് തന്നെയാണ് ഈ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി തന്നെയാണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതിയൊക്കെ ആരംഭിച്ചതാണ് ആര്? നമ്മുടെ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ തീയതി ഏതാണ്? 1812 ഡിസംബർ 5-നാണ് റാണി ഗൗരി ലക്ഷ്മിബായി എന്ത് ചെയ്യുന്നത്? നമ്മുടെ അടിമക്കച്ചവടം നിർത്തലാക്കുന്നത്. അപ്പോൾ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അദ്ദേഹം. നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായി എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിർത്തലാക്കിയ വർഷം ഏതാണ്? 1812 ഡിസംബർ 5. ഇത്രയും കാര്യങ്ങൾ മാത്രമേ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ച് പഠിക്കാനുള്ളൂ. റാണി ഗൗരി ലക്ഷ്മിബായി ജനിക്കുന്ന ഏത് വർഷമാണ്? റാണി ഗൗരി ലക്ഷ്മിബായി അധികാരത്തിൽ വരുന്നത് 1810-ലും അധികാരത്തിൽ നിന്ന് മാറുന്നത് 1815-ലുമാണ്. അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിയെക്കുറിച്ചിട്ടാണ്.
തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഏത് വർഷം? 1817. ആലപ്പുഴയിലും തിരുവിതാംകൂറിലും പള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരി. ആലപ്പുഴയിലും തിരുവിതാംകൂറിലും പള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ മുഴുവൻ സമയ റിജന്റ് ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റിജന്റ് ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായ്. സ്വാതി തിരുനാളിൻ്റെ റിജൻ്റായിട്ടാണ് ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്നത്. ആരുടെ റിജൻ്റായിട്ടായിരുന്നു? സ്വാതി തിരുനാളിൻ്റെ റിജൻ്റായിട്ട്. അപ്പോൾ തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഏതു വർഷം? 1817. ആലപ്പുഴയിലും തിരുവിതാംകൂറിലും പള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ ആദ്യത്തെ മുഴുവൻ സമയ റിജന്റ് ഭരണാധികാരി. തിരുവിതാംകൂർ റിജൻ്റ് ആയിട്ടുള്ള ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്നത്. ആരുടെ ഭരണാധികാരിയായിട്ടായിരുന്നു? സ്വാതി തിരുനാളിൻ്റെ റിജൻ്റായിട്ടാണ് ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്നത്. കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരി. കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ റാണി ഗൗരി പാർവതിബായ് നിർത്തലാക്കിയിരുന്നു. സർക്കാർ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ പാർവതിബായ്. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു നമ്മുടെ പാർവതിബായ്, അത് റാണി ഗൗരി പാർവതിബായ്. സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് വേതനം നൽകിയ ഭരണാധികാരി. അപ്പോൾ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്താണ്? ആദ്യ കാലഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് വേതനം നൽകിയിരുന്നില്ല. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വേതനം നൽകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ റാണി ഗൗരി പാർവതിബായ് അധികാരത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? അവർ വേതനം തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് കരം ഒഴിവാക്കി സ്ഥലം വില ഈടാക്കാതെ തടിയും നൽകുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തിരുന്നു? കരം ഒഴിവാക്കിയിട്ട് സ്ഥലം കൊടുക്കുക. അപ്പോൾ ആ ഒരു ആരാധനാലയം ഉണ്ടാക്കുന്ന സ്ഥലത്തിന് കരം അടയ്ക്കേണ്ടതിരുന്നില്ല. അതുപോലെ തന്നെ വിലയൊന്നും മേടിക്കാതെ ഈ ആരാധനാലയത്തിൽ പണിയാനുള്ള തടിയുമൊക്കെ ഈ ഒരു ഭരണാധികാരി ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സഹായം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിമാർ തന്നെയാണ് റാണി ഗൗരി പാർവതിബായ് തന്നെയാണ്. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ തിരുവിതാംകൂർ നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു. സർക്കാർ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികൾ വേതനം ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും കരം ഒഴിവാക്കി സ്ഥലം വില ഈടാക്കാതെ തടിയുമൊക്കെ നൽകിയിരുന്ന ഭരണാധികാരിയായിരുന്നു. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആര്? റാണി ഗൗരി പാർവതിബായ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഗൗരി പാർവതിയുടെ ഭരണകാലത്തായിരുന്നു. ഇനി കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകിയ ഭരണാധികാരി. കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകിയ ഭരണാധികാരിയായിരുന്നു വേളി കഠിനംകുളം കായലുകളെ സംബന്ധിച്ച് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. നമ്മുടെ വേളി കഠിനംകുളം കായലുകളെ സംബന്ധിച്ചിടത്തോളം പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് തന്നെയായിരുന്നു? നമ്മുടെ പാർവതിബായി ആയിരുന്നു. അപ്പോൾ ഏതൊക്കെ തമ്മിലാണ് അദ്ദേഹം വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ച് വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായ് എന്ന് പറഞ്ഞു. അപ്പോൾ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. എല്ലാ ജാതിക്കാർക്കും വീടിൻ്റെ മേൽക്കൂര ഓടിടാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി. ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും എന്തില്ലായിരുന്നു? വീടിൻ്റെ മേൽക്കൂര ഓഴിപ്പാകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ജാതിക്കാർക്കും ജാതി ഭേദമന്യേ എല്ലാവർക്കും എന്താണ്? വീടിൻ്റെ മേൽക്കൂര ഓടിടാൻ അനുവാദം കൊടുത്ത ഭരണാധികാരിമാർ തന്നെയാണ് നമ്മുടെ റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂർ കാപ്പി കൃഷി ആരംഭിച്ച ഭരണാധികാരി, കോട്ടയത്ത് CMS പ്രസ്സിന് അനുവാദം നൽകിയ ഭരണാധികാരി, വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി, എല്ലാ ജാതിക്കാർക്കും വീടിൻ്റെ മേൽക്കൂര ഓടുപാകാൻ അനുവാദം കൊടുത്ത ഭരണാധികാരിമാർ തന്നെയാണ് റാണി ഗൗരി പാർവതിബായ് തന്നെയാണ്.
ഇനി അവർണർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയുന്നതിന് അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി. താഴ്ന്ന ജാതിയിൽപ്പെട്ട അവർണറായിട്ടുള്ള ആൾക്ക് എന്താണ് സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങളൊന്നും അണിയാൻ തിരുവിതാംകൂറിൽ അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ റാണി ഗൗരി പാർവതിബായി അധികാരത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? അവർണ ജാതിയിൽപ്പെട്ട എല്ലാവർക്കും എന്ത് ചെയ്യണം, അവർ ഒരു അനുവാദം കൊടുത്തിരുന്നു. കാരണം ജാതിക്ക് അതീതമായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർണർക്ക് സ്വർണം വെള്ളി ആഭരണം അണിയുന്നതിനുള്ള അവകാശമൊക്കെ ഈ റാണി ഗൗരി പാർവതിബായി നൽകിയിരുന്നു. അതുപോലെ തന്നെ ഓട് പാവാൻ അനുവാദം നൽകിയിരുന്നു. ഏതൊരു ജാതിക്കാരെയും ഒരു മനസ്സോടെ കാണാൻ വലിയൊരു മനസ്സുണ്ടായിരുന്ന ഒരു തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തിരുന്നത്. തിരുവിതാംകൂറിൽ ജാതിയുടെ പേര് നൽകിയിരുന്ന നികുതികളൊക്കെ ഒഴിവാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു ജാതിയെ അതീതമായി കണ്ട ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് ജാതിയുടെ പേരിൽ എന്തൊക്കെ തരത്തിലുള്ള നികുതിയോ എന്തൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളോ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിവേചനങ്ങളെയും മറികടന്നുകൊണ്ട് തിരുവിതാംകൂറിനെ ഭരിച്ച ഒരു നല്ലൊരു ഭരണാധികാരിയായിരുന്നു ആര്? റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേണൽ മൺട്രോയെ കുറിച്ചിട്ടാണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻസ് ആണ് ആര്? നമ്മുടെ കേണൽ മൺട്രോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാനാണ് ആര്? കേണൽ മൺട്രോ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനം തുടക്കം കുറിച്ച ദിവാൻ. നമ്മുടെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണ സംവിധാനം തുടക്കം കുറിച്ച ദിവാനായിരുന്നു. തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പ് ആരംഭിച്ച ദിവാൻ. തിരുവിതാംകൂറിൽ 1811 ദേവസ്വം വകുപ്പ് ആരംഭിച്ച ദിവാനും ആര് തന്നെയാണ്? കേണൽ മൺട്രോ തന്നെയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ദിവാൻ. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ദിവാനാണ്. തിരുവിതാംകൂർ കൊച്ചിയിലും കേണൽ മൺട്രോ ദിവാനായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും അദ്ദേഹം ദിവാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരെക്കുറിച്ചൊക്കെ നോക്കി? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചും ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിയെക്കുറിച്ചും അതുപോലെ കേണൽ മൺട്രോയിനെ കുറിച്ചുമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് ബേസിക് റോൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.